ഹായ്. ഇന്ന് മാഷ് എന്താ നിങ്ങൾക്ക് പറഞ്ഞു വന്നതെന്ന് അറിയോ? നമ്മളെ 6ാം ക്ലാസ്സിൽ മിക്ക എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ക്ലോക്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എന്താണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാന്നുള്ള ചോദ്യം. അതെങ്ങനെ നമ്മൾ ചെയ്യാന്ന് പഠിച്ചാലൊന്ന് മിക്ക എക്സാമിന് ചോദിക്കുന്ന കേട്ടോ. അപ്പൊ എല്ലാ മക്കളും നോക്കണേ. ഇത് നോക്കി, ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? ഒരു ക്ലോക്ക് ഉണ്ടല്ലേ. ഈ ക്ലോക്കിലുള്ള ആകെ ആംഗിൾ എത്ര ഡിഗ്രിയാ? ക്ലോക്കിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാന്ന് നിങ്ങൾ പറഞ്ഞേ. ക്ലോക്ക് ഏതാണ് ആകൃതി? ഏത് ഷേപ്പാണ് ക്ലോക്ക്? സർക്കിൾ, വൃത്താണല്ലേ. അപ്പൊ സർക്കിളിന്റെ ആകെ ആംഗിൾ എത്ര ഡിഗ്രിയാ? അത് മാഷ് കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞതാ. ഒരു സർക്കിൾ മുഴുവൻ 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം ചോദിക്കട്ടെ. സർക്കിളിൽ ഓരോ സംഖ്യകൾക്കിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 1 മുതൽ 2 വരെയുള്ള നമ്പർ ഉണ്ടല്ലോ, അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? അതേപോലെ 2 മുതൽ 3 വരെ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? അതൊക്കെ നിങ്ങൾ പറഞ്ഞേ. എങ്ങനെ കാണാ? അത് കാണാൻ സിമ്പിൾ ആട്ടോ. ക്ലോക്ക് നോക്കി 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ക്ലോക്കിനെ 12 തുല്യ ഭാഗങ്ങളാക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തും എത്ര ഡിഗ്രിയാന്ന് നമുക്ക് കിട്ടുമല്ലോ. ഓരോ ഭാഗവും എത്ര ഡിഗ്രിയാന്ന് കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ ചെയ്തൂടെ? അതെങ്ങനെ കാണാ? ക്ലോക്ക് ആകെ 360 ഡിഗ്രിയാണ്. അപ്പൊ 12 ഭാഗമാക്കിയാൽ ഓരോ ഭാഗം എത്ര ഡിഗ്രിയാന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും ഉത്തരം? 30 ഡിഗ്രി കിട്ടും. അപ്പൊ ക്ലോക്കിലുള്ള ഓരോ സംഖ്യകൾക്കിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് അല്ലെ. ക്ലോക്കിലുള്ള 12 പാട്ടും ഓരോ പാട്ടും 30 ഡിഗ്രി വീതാണ്. അത് നിങ്ങൾ പഠിച്ചോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പൊ നോക്കിയോ, ക്ലോക്കിൽ എത്ര മണിയായി? 3 മണിയായില്ലേ. അപ്പൊ 3 മണിക്ക് അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? എന്ത് ചെയ്താ മതി? അതിനുള്ളിൽ എത്ര പാർട്ട് ഉണ്ട് നോക്കിയാൽ മതി. എത്ര പാട്ടുണ്ട്? 12 മുതൽ 1 വരെ ഒരു പാട്ട്, 1 മുതൽ 2 വരെ 2 പാട്ട്, 2 മുതൽ 3 വരെ വേറൊരു പാട്ട് അല്ലേ. ഓരോ പാട്ടും 30 ഡിഗ്രി വീതല്ലേ. അപ്പൊ എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും ഇതിന്റെ ഇടയില്? 3 30കൾ തമ്മിൽ കൂടിയതില്ലേ. 3 30 കൂട്ടിയാൽ എത്ര കിട്ടും? 90 ഡിഗ്രി. അപ്പൊ 3 മണിക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വേറെ സമയം കാണിക്കട്ടെ. എത്ര മണിയായി ക്ലോക്കിൽ ഇപ്പോൾ? 4 മണിയായല്ലേ. അപ്പോൾ അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എത്ര പാർട്ട് ഉണ്ടായിട്ട് ഇതിന്റെ ഇടയില്? 12 മുതൽ 1 വരെ ഒരു പാട്ട്, 1 മുതൽ 2 വരെ വേറൊരു പാട്ട്, 2 മുതൽ 3 വരെ വേറൊരു പാട്ട്, 3 മുതൽ 4 വരെ വേറൊരു പാട്ട്. അങ്ങനെ എത്ര പാർട്ടുകളുണ്ട്? 4 പാർട്ടുകളില്ലേ. ഓരോ പാട്ടും എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. അപ്പൊ 4 മണിക്ക് മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ് ക്ലോക്കില്? 4 30 കൂടിയതല്ലേ. അത് എത്ര ഡിഗ്രി ആയിരിക്കും? 4 30 കൂടിയാൽ 120. അപ്പൊ 120 ഡിഗ്രി. അത് പഠിച്ചോ? അങ്ങനെയാണ് മാഷിനി വേറൊരു സമയം തരട്ടെ. എത്രയാണ് ഇപ്പോൾ ക്ലോക്കിലെ സമയം? 10:30 അല്ലേ. അപ്പൊ 10:30ക്ക് ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? എങ്ങനെ കണ്ടെത്താ? ഈ സമയവും അതിന്റെ ഇടയിൽ എത്ര പാർട്ടുകൾ ഉണ്ട് നോക്കണം അല്ലേ. എത്ര പാർട്ടുകൾ ഉണ്ട്? 10ലല്ലേ നമ്മുടെ മണിക്കൂർ സൂചി? ആണോ? അല്ല അല്ലേ. ഇത് നോക്കി, 10 മണിക്ക് നമ്മൾ മണിക്കൂർ സൂചി കൃത്യം 10 മണിയിലായിരിക്കും. പിന്നെ 10:05 ആവുമ്പോൾ മണിക്കൂർ സൂചി 10 മണിയിൽ നിന്ന് 10 മണിക്കും 11 മണിക്കും ഇടയിലോട്ട് നീങ്ങിയിട്ടുണ്ടാവും അല്ലെ. 10നും 11നും ഇടയിലോട്ട് നീങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ 10:15 ആവുമ്പോ കുറച്ചുകൂടെ നീങ്ങിയിട്ടുണ്ടാവും. 10:30 ആവുമ്പോഴോ ഇപ്പൊ കൃത്യം 10നും 11 മണിക്കും ഇടയിലാണ് നമ്മുടെ മണിക്കൂർ സൂചി അല്ലെ. നിങ്ങളത് ശ്രദ്ധിച്ചോ? കണ്ടോ? 10നും 11നും കൃത്യം ഇടയിലാണ് നമ്മുടെ മണിക്കൂർ സൂചി. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര പാർട്ടുകൾ ഉണ്ട്? 10 മണി വരെ 30 മുതൽ 6 മുതൽ 7 വരെ ഒരു പാട്ട്, 7 മുതൽ 8 വരെ മറ്റൊരു പാട്ട്, 8 മുതൽ 9 വരെ വേറൊരു പാട്ട്, 9 മുതൽ 10 വരെ വേറെ പാട്ട്. അങ്ങനെ 4 പാട്ടുകളാണ് 6 മുതൽ 10 വരെ ഉള്ളത് അല്ലേ. നമ്മുടെ മിനിറ്റ് സൂചി 6ലാണ് ഇപ്പോൾ. അതുകൊണ്ട് 6 മുതൽ 10 വരെ 4 പാർട്ടുകളാണ് ഉള്ളത്. പക്ഷെ 4 പാർട്ടുകൾ മാത്രമേ ഉള്ളൂ? അല്ല, നമ്മുടെ മണിക്കൂർ സൂചി കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടല്ലേ. കുറച്ച് ആംഗിള് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? അതെങ്ങനെ കാണാം? മിനിറ്റ് സൂചി 30 മിനിറ്റ് ചലിച്ചു. അപ്പൊ 30ന്റെ പകുതി എടുക്കണം. 30ന്റെ പകുതി എത്രേ?
15 ഡിഗ്രി ആയിരിക്കും നമ്മള് മണിക്കൂർ സൂചി. അപ്പൊ 10ൽ നിന്ന് ഇപ്പൊ ചലിച്ചത് അല്ലേ, 10:30 അല്ലേ, അപ്പൊ 10ൽ നിന്ന് കുറച്ച് ചലിച്ചു. അത് എത്ര ഡിഗ്രിയാ? 15 ഡിഗ്രി അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാലോ, ഇപ്പോൾ 10:30ക്ക് എത്ര ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയില്? ആ 4 പാർട്ടും അതിന്റെ കൂടെ ഈ 15 ഡിഗ്രിയും കൂടി കൂടിയതല്ലേ. 4 പാർട്ടിന് എത്ര ഡിഗ്രിയാ? 4 ഭാഗങ്ങൾക്ക് 4 തവണ 30 കൂടിയത്. അപ്പൊ 4 തവണ 30 കൂടിയതും അതിന്റെ കൂടെ ഒരു 15 ഡിഗ്രിയും കൂടെ കൂടിയത്, അതല്ലേ? അതെത്ര ഡിഗ്രിയാണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലേ. 120ഉം 15ഉം കൂടിയത് എത്രയായി? 135 ഡിഗ്രി. അപ്പൊ 10:30ക്ക് മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 135 ഡിഗ്രി. അത് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ മാഷ് വേറെ ചോദ്യം തരട്ടെ. ഇപ്പൊ നോക്കി, ഇപ്പൊ മാഷ് ഒരു ചോദ്യം തന്നല്ലോ. എന്താ? ഇപ്പൊ ക്ലോക്കിലെ സമയം 2:20 ആണല്ലേ. ഇതിനിടയിൽ എത്ര ആയിരിക്കും ആംഗിള്? ഇതിനിടയിൽ എത്ര പാർട്ടുകൾ ഉണ്ട്? 2:20 ആയപ്പോൾ 2 പാർട്ടുകൾ ഉണ്ട്. പക്ഷെ നോക്കി, 2 പാർട്ടുകൾ മുഴുവനുണ്ടോ? ഇല്ല. 2:20 ആയപ്പോ നോക്കി, നമ്മള് മണിക്കൂർ സൂചി 2നും 3നും ഇടയിലോട്ട് നീങ്ങി അല്ലേ. അങ്ങനെ നീങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ആംഗിൾ കുറച്ച് കുറഞ്ഞു അല്ലെ. 2 പാർട്ട് മുഴുവനായിട്ടില്ല, എത്രയോ ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കാണാ? എത്ര ഡിഗ്രി കുറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെ കാണാ? നമ്മൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിച്ചിട്ടുണ്ട് നോക്കിയാൽ മതി അല്ലേ. 2ൽ നിന്ന് എത്ര ചലിച്ചിട്ടുണ്ട് നമ്മൾ മണിക്കൂർ സൂചി എങ്ങനെ കാണാ? മാഷി നേരത്തെ പറഞ്ഞതാണ്, മിനിറ്റ് സൂചി എത്ര മിനിറ്റ് ചലിച്ചിട്ടുണ്ടോ അതിന്റെ പകുതി ആംഗിൾ ആയിരിക്കും മണിക്കൂർ സൂചി ചലിച്ചത്. എത്ര ഡിഗ്രി നമ്മൾ മിനിറ്റ് സൂചി ചലിച്ചിട്ടുണ്ട്? ഇപ്പൊ എത്ര മിനിറ്റ്? 2:20 ആണ്. 20 മിനിറ്റ് ആണ് അല്ലേ. അപ്പൊ 20 മിനിറ്റിന്റെ പകുതി എത്രേ? 10 അല്ലേ. ഇപ്പൊ നോക്കിയേ, നമ്മള് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിച്ചിട്ടുണ്ട്? 10 ഡിഗ്രി ചലിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ 2:20 മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? അതിന്റെ ഇടയില് ശരിക്കും 2 പാർട്ടുകൾ ഉണ്ട്. പക്ഷെ മണിക്കൂർ സൂചി കുറച്ച് ചലിച്ചോണ്ട് അത്ര ആംഗിൾ നമ്മൾ കുറയ്ക്കണം അല്ലെ. 2 പാർട്ടുകൾ എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. ഈ 60 ഡിഗ്രിയിൽ നിന്ന് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിച്ചു അത് കുറയ്ക്കണം. മണിക്കൂർ സൂചി 10 ഡിഗ്രി ചലിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടെത്തി. അപ്പൊ 60ൽ നിന്ന് 10 കുറച്ചാൽ എത്രേ? 50 ഡിഗ്രി അല്ലെ. ഇപ്പൊ 2:20 മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടെത്തിയല്ലോ. ഇതുപോലെയാണ് കേട്ടോ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ നമ്മൾ കണ്ടെത്തുക. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ചോദ്യം കിട്ടിയാല് ഇപ്പൊ ഏതൊക്കെയുള്ള ആംഗിൾ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഏതൊക്കെ എങ്ങനെ ആയിരിക്കുമോ ക്ലോക്ക്, അതിന്റെ ചിത്രം ഒന്ന് വരച്ചു നോക്കുക. അതിന്റെ ഏകദേശം ചിത്രം വരയ്ക്കുക, എന്നിട്ട് ഇതേ രൂപത്തില് ചെയ്തു നോക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര ആംഗിൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പൊ ഇങ്ങനെയായിട്ട് നമ്മൾ ക്ലോക്കില് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ കണ്ടെത്തുക. അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാണ്ട്. ഇതുപോലെ രസത്തിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. പിന്നെ ഈ വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.